ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രെഡ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്വീറ്റ് ആയിട്ടാണ്. ഒരു ചോക്ലേറ്റ് ബ്രെഡ് ഹൽവയാണ് റെഡിയാക്കുന്നത്. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. പിന്നെ നമ്മുടെ ഗിവ് അവേ ലാസ്റ്റ് വിന്നറിന് ഈ വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് കേട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനായിട്ടൊരു 7 പീസ് അത്യാവശ്യം വലിയ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ആദ്യം ഇതിൻ്റെ 4 സൈഡും ഇതുപോലെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നേരെ നടുവിലൊന്ന് മുറിച്ചെടുക്കുക, അല്ലെങ്കിൽ 4 പീസായിട്ട് മുറിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ പീസ് ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് വെക്കാം. എന്നിട്ട് ഇനി ഒരു പാനിൽ കുറച്ച് നെയ്യ് അല്ലെങ്കിൽ ഓയിൽ ഏതായാലും മതി, അത് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് കാഷ്യൂ ഒന്ന് ആദ്യം വറുത്തെടുക്കുന്നുണ്ട്. കാഷ്യൂ ഒന്ന് വറവായി വരുന്ന സമയത്ത് കുറച്ച് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറുത്ത മുന്തിരി തന്നെ വേണമെന്നില്ല, നമ്മൾ സാധാ ഉണക്കമുന്തിരി മതി. അപ്പോൾ രണ്ടും കൂടെ വറുത്തിട്ട് ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഈ ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് തന്നെ നമ്മൾ ബ്രെഡിൻ്റെ ഓരോ പീസുകൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതിയാകും. പിന്നെ ഇത് എണ്ണ കുടിക്കുമോ എന്ന് ചോദിച്ചാൽ കുറച്ച് ഓയിൽ കുടിക്കും കേട്ടോ, കാരണം ബ്രെഡല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിലോ നെയ്യോ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ജസ്റ്റ് നമ്മൾ ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ ചെയ്തെടുത്താലും മതി, കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ 2 ഭാഗവും ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയൊരു സൈഡിലേക്ക് വെക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ എണ്ണയില്ലാതെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലായാലും മതിയിട്ട് ഒരു സ്പൂണ് നെയ്യൊക്കെ ചൂടാക്കി എടുത്തിട്ട് ഇതുപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടുള്ളൂ അത്യാവശ്യം ക്രിസ്പി ആയിട്ട് കിട്ടിക്കോളൂ. അപ്പം ഏത് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം, മറ്റേത് ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലുണ്ട്. എന്നിട്ട് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ബ്രെഡൊക്കെ. അടുത്തതിനൊരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പാല് നല്ലോണം ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ ബ്ലാക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്, ബേക്കിംഗ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക, നിർബന്ധമില്ല. എന്നിട്ട് എല്ലാം കൂടെ ഒന്നങ്ങ് ചെറുതായി മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ച് കൊടുക്കുക. ആ ഒരു പാല് കിടന്നിട്ട് അതങ്ങ് മെൽട്ടായിക്കോളും. പാലിന് പകരം വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നന്നായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാം. ഇനി കുറച്ച് ഷുഗർ സിറപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഒന്ന് തീ കുറച്ചിട്ടിട്ട് 1-2 മിനിറ്റ് കൂടെ തിളപ്പിച്ചാൽ മതി. ഒരുപാട് ഇങ്ങനെ കട്ടിയിലുള്ള ഷുഗർ സിറപ്പ് ആവുമൊന്നും വേണ്ട. നമ്മൾ ബ്രെഡ് പീസ് ഇതിലേക്ക് ഇടുന്ന സമയത്ത് ആ ബ്രെഡ് ഇങ്ങനെ ഷുഗർ സിറപ്പ് വലിച്ചെടുക്കണം. അപ്പോൾ ആ രീതിയിൽ ഒന്നങ്ങ് തിളപ്പിച്ചെടുത്താൽ മതി. ഇതിങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലൈറ്റ് കൊക്കോ പൗഡറാണ് കേട്ടോ, ഡാർക്ക് ആണെങ്കിൽ ഇത്രയ്ക്ക് വേണ്ടി വരില്ല. പിന്നെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു സ്റ്റേജ് ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ബ്രെഡ് ഹൽവ പോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് ചെറിയ തീയിൽ ഒന്നുകൂടെ നല്ലോണം തിളച്ച് വന്നോട്ടെ. ഈ സമയത്ത് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു 1-2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഇതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ളതോ അല്ലെങ്കിൽ വീട്ടിലുള്ളതായിട്ടുള്ള മാവ് കയ്യിലുണ്ടെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക, നിർബന്ധമില്ല. ടേസ്റ്റ് കുറച്ചുകൂടി കൂടുതൽ കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒരു 1 മിനിറ്റ് നന്നായിട്ടൊന്നിങ്ങനെ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസുകൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് ബ്രെഡിലേക്ക് അങ്ങ് വലിച്ചെടുത്തോളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് തന്നെ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടെങ്കിൽ അതായാലും മതി. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ തവി വെച്ചിട്ട് ബ്രെഡൊക്കെ ഒന്ന് അങ്ങ് ഉടച്ചിട്ട് കൊടുത്താൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് മിക്സായി കിട്ടിക്കോളും. ഇപ്പോൾ ആ ഒരു ചോക്ലേറ്റും ഷുഗർ സിറപ്പൊക്കെ ബ്രെഡിലേക്ക് നല്ലോണം പിടിച്ചിങ്ങനെ വരുമ്പോൾ നല്ലോണം 2-3 തവണ നന്നായിട്ട് മിക്സാക്കി കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു രീതിയിലേക്കായി കിട്ടിക്കോളും, പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിൽ. അപ്പം ഈ സമയത്ത് ഇത്തിരി കൂടി ടേസ്റ്റിന് 1 ടീസ്പൂൺ മാത്രം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം വറുത്തത് നെയ്യിലാണെങ്കിൽ ഈ സമയത്ത് നെയ്യ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം. എന്നിട്ട് ഇതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ ബ്രെഡ് ഹൽവ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ചോക്ലേറ്റ് സിറപ്പും ആ ഒരു കൊക്കോ പൗഡറും ഒഴിവാക്കും, അത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. ബ്രെഡ് വറുത്തെടുക്കുക, ഷുഗർ സിറപ്പ് ഉണ്ടാക്കി മിക്സാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് ഹൽവ റെഡിയാകും. അപ്പം ഈ സമയത്ത് തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കാഷ്യൂ കിസ്മിസ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി.
അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ചെറിയൊരു ചൂടോടുകൂടെ കഴിക്കാം, അല്ലെങ്കിൽ നല്ലോണം ചൂടാറിയതിന് ശേഷം സെർവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ സാധാ ഹൽവ പോലെ ഇങ്ങനെ മുറിച്ച് കഴിക്കുന്ന രീതിയിലല്ല കേട്ടോ. ഇപ്പോൾ ക്യാരറ്റ് ഹൽവയൊക്കെ പോലെ തന്നെ ഇങ്ങനെ കോരി കഴിക്കുന്ന ആ ഒരു ഇതിലാണ് സെർവ് ചെയ്യാനായിട്ട് പറ്റുക. ഈ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ ഒരു 5-6 ആൾക്കൊക്കെ സുഖമായിട്ട് കഴിക്കാനായിട്ടുണ്ടാകും. കാരണം ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കഴിക്കാനായിട്ട് പറ്റും. നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം അല്ലേ, പക്ഷേ ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പിന്നെ എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക് യു. പിന്നെ നമ്മുടെ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്ത സമയത്ത് 2 ആൾ കോൺടാക്ട് ചെയ്തിട്ടില്ലായിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ശ്രുതി നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. അപ്പം ഒരു വിന്നറെ കൂടെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വട മഞ്ചൂരിയൻ റെസിപ്പി ചെയ്ത സമയത്ത് അതിൽ കമൻറ്റ് ബോക്സിൽ കമൻസൊക്കെ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ കമൻസൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വിന്നർ ആരാന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. മുസമ്മിൽ കെ വീറ്റ് കേട്ടോ, കൺഗ്രാറ്റ്സ് ഡിയർ. അപ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ മുൻപത്തെ 4 വിന്നേഴ്സിന് ഗിഫ്റ്റ് സെൻഡ് ചെയ്തിട്ടില്ല. ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുക്കുന്നത് നമ്മൾ ജുമേറ ബൊട്ടീക്കാണ് കേട്ടോ, എല്ലാവർക്കും സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം ഈ ഒരു വിന്നറെ കൂടെ കിട്ടിയിട്ട് ഒന്നിച്ച് സെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്, അതാണ് കേട്ടോ ലേറ്റായിട്ടുള്ളത്. അപ്പോൾ ഓക്കെ.